നമസ്കാരം. റാബിയ എന്നാണ് പേര്. ലക്ഷദ്വീപാണ്. ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരണം എന്ന് തോന്നി. ഞാനിവിടെ കുന്നമംഗലത്തെ താമസിക്കുന്നു. അങ്ങനെ വന്നതാണ്. ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഇത്തരം മയക്കുമരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല, മദ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മദ്യം ലക്ഷദ്വീപിലെ പല ദ്വീപുകളിലേക്കും എത്തിത്തുടങ്ങി. ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, IAS ഫാക്കൽറ്റിയാണ്, റൈറ്ററാണ്. അപ്പോൾ ദ്വീപിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പലരും ഇത്തരം ഇതിൽ പെടാറുണ്ട്. ഇവിടെ വന്ന് നശിച്ച് തിരിച്ചു പോകുന്നു എന്നാണ്. കുട്ടികൾ ഒരുപാടുണ്ട്. എന്നോട് തന്നെ പാരൻസ് പറഞ്ഞ കേസുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററിലുള്ള കേസൊക്കെ അറിയാം. അപ്പോൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കൂടുതൽ പേര്, ഇപ്പോൾ ഞാൻ 10 വർഷം സ്കൂളിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും സ്മോക്ക് ചെയ്താൽ പോലും പാരൻസിനെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് പറയുന്ന ഒത്തിരി രക്ഷിതാക്കളുണ്ട്, കുട്ടികളെ നിർത്തിയിട്ട്. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ടാണെങ്കിലും അത് തിരുത്താനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ ചെറിയതെന്നാണ് എന്ത് ചെയ്യുന്നത് വലുതിലേക്ക് കുട്ടികളെത്തുന്നത്. ഇപ്പോൾ ദ്വീപിലെ ഒരു കണ്ടീഷൻ വെച്ച് ഇവിടെ വരുമ്പോൾ കുറേ കൂടി ഫ്രീഡമാണ്. അപ്പോൾ നാട്ടുകാരൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുടുംബ സംഗമത്തിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വർഷം മുൻപ് എന്നെ ഒരു ഫാമിലി വിളിച്ചത്, വലിയൊരു ഫാമിലിയാണ്, 100 above മെമ്പേഴ്സ് ഉണ്ട്. അവരെന്നോട് എനിക്ക് തന്ന ടോപ്പിക്ക് ഡ്രഗ്സിനെ കുറിച്ചായിരുന്നു. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, തുടങ്ങുക. ക്യാച്ച് ദം യങ് എന്നാണ്, കുട്ടിക്കാലം മുതൽ തുടങ്ങുക, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. തീർച്ചയായിട്ടും ഉമ്മ, താങ്ക് യു റാബിയ. അല്ലേ, ഒരുപാട് സന്തോഷം. എല്ലാവരും എന്താ പറയുക, നേരിട്ട് കാണാൻ പറ്റിയതിൽ. ഞാൻ എന്ത് വുമൻസ് ഡേ ആണ് ഞാൻ ലൈഫിൽ, ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ 18ാമത്തെ വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നിട്ട് 2 വർഷം ടോട്ടൽ ബ്ലൈൻഡ് ലൈഫായിരുന്നു. അതിനുശേഷം ഈ ജീവിതം തിരിച്ചു പിടിച്ചതാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ, ഒരുപാട് ദൂരം നടക്കട്ടെ. എന്താ പറയുക, 6 ഇൻ്റർനാഷണൽ അവാർഡ്, 8 നാഷണൽ അവാർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ബുക്കിലൊക്കെ എഴുതി. മറ്റേ ഒരിക്കൽ ദ്വീപിൽ നിന്ന് ആക്സിഡൻ്റായിട്ട് ഈ കൈ തളർന്നു പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും ദ്വീപിലെ കണ്ടീഷൻ അറിയാമല്ലോ, കപ്പൽ കിട്ടി ഇവിടെ എത്തുമ്പോൾ ലൈറ്റായി കൈ തളർന്നു. അപ്പോൾ ആ തളർന്ന കൈ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ ലൈഫ് സ്റ്റോറി, കാരണം 18ാമത്തെ വയസ്സിൽ കാഴ്ച പോയി. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് വരുന്ന മനുഷ്യരാണല്ലേ. താങ്ക് യു റാബിയമ്മ, താങ്ക് യു. ഒരുപാട് സന്തോഷം. എല്ലാവരും താങ്ക് യു.